കേരളത്തിൽ പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കാത്തിരുന്ന ഒരു പ്രധാന പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയിരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും അതേസമയം നിയമപ്രകാരമുള്ള അർഹതയുള്ള കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? ആർക്കാണ് ആശങ്ക വേണ്ടത്? ആർക്കാണ് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണിത്? പട്ടയം ലഭിക്കാനുള്ള സാധ്യത ആർക്കൊക്കെയാണ്? എന്തെല്ലാം രേഖകൾ ആവശ്യമായി വരാം? എല്ലാം വിശദമായി നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. പുറമ്പോക്ക് ഭൂമി എന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയല്ല. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികളെയാണ് പൊതുവെ പുറമ്പോക്ക് ഭൂമി എന്ന് വിളിക്കുന്നത്. റോഡ് പുറമ്പോക്ക്, തോട് പുറമ്പോക്ക്, നദി പുറമ്പോക്ക്, റവന്യൂ പുറമ്പോക്ക്, വിവിധ സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമികൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം ഭൂമികളിൽ വർഷങ്ങളായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ചിലർ സർക്കാർ അനുമതിയില്ലാതെ ഭൂമി കൈവശപ്പെടുത്തിയവരാണ്. ചിലർ പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുകയും വീടുകൾ നിർമ്മിക്കുകയും വൈദ്യുതി കണക്ഷനും കുടിവെള്ള കണക്ഷനും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കില്ല. അതിന് സർക്കാർ നിയമപ്രകാരം പട്ടയം അനുവദിക്കണം. റവന്യൂ മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനത്തിന്റെ പ്രധാന സന്ദേശം രണ്ടാണ്. ഒന്നാമതായി, സർക്കാർ ഭൂമി പുതുതായി അനധികൃതമായി കയ്യേറുന്നത് അനുവദിക്കില്ല. പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഭൂമിയോ പദ്ധതികൾക്കായി മാറ്റിവെച്ച ഭൂമിയോ സംരക്ഷിക്കാൻ സർക്കാർ നടപടികൾ ശക്തമാക്കും. രണ്ടാമതായി, യഥാർത്ഥത്തിൽ നിയമപ്രകാരമുള്ള അർഹതയുള്ളവരുടെ പട്ടയ അപേക്ഷകൾ അനാവശ്യമായി വൈകാതെ പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാൻ റവന്യൂ വകുപ്പ് ശ്രമിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് അർഹർ എന്നതാണ്. പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം ലഭിക്കില്ല. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നവർക്കാണ് പരിഗണന ലഭിക്കുക. ഭൂമിയുടെ സ്വഭാവം, കൈവശപ്പെടുത്തിയ കാലയളവ്, താമസ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്, ഭൂമി പൊതുപ്രയോജനത്തിനായി ആവശ്യമായതാണോ, കോടതി വിധികളുണ്ടോ, മറ്റ് നിയമതടസ്സങ്ങളുണ്ടോ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുക്കുന്നത്. ഉദാഹരണത്തിന്, റോഡ് വികസനത്തിനോ റെയിൽവേക്കോ ജലസംരക്ഷണത്തിനോ പൊതുപദ്ധതികൾക്കോ ആവശ്യമായ ഭൂമികൾ സാധാരണയായി പട്ടയം നൽകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നില്ല. അതുപോലെ വനഭൂമി, പരിസ്ഥിതി സംരക്ഷണ മേഖലകൾ, ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളും ബാധകമായിരിക്കും. അതിനാൽ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നു എന്ന ഒരു കാരണത്താൽ മാത്രം പട്ടയം ഉറപ്പാണെന്ന് ആരും കരുതരുത്. പട്ടയം ലഭിക്കാനുള്ള അപേക്ഷ പരിഗണിക്കുമ്പോൾ സാധാരണയായി റവന്യൂ വകുപ്പ് സ്ഥലപരിശോധന നടത്തും. വില്ലേജ് ഓഫീസർ, താലൂക്ക് ഓഫീസ്, തഹസിൽദാർ, ആവശ്യമായാൽ ജില്ലാ ഭരണകൂടം എന്നിവരുടെ പരിശോധനയും റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കിയാണ് തുടർ നടപടികൾ നടക്കുന്നത്. അപേക്ഷകരോട് ആവശ്യപ്പെടാൻ സാധ്യതയുള്ള രേഖകളിൽ തിരിച്ചറിയൽ രേഖകൾ, ആധാർ, റേഷൻ കാർഡ്, താമസവുമായി ബന്ധപ്പെട്ട രേഖകൾ, വൈദ്യുതി ബിൽ, നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ, പഴയ താമസത്തിന്റെ തെളിവുകൾ തുടങ്ങിയവ ഉൾപ്പെടും. എന്നാൽ ആവശ്യമായ രേഖകൾ ഓരോ കേസിലും വ്യത്യാസപ്പെടാം. ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. ഇതിന്റെ അർത്ഥം പുതിയതായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തുന്നവർക്കെതിരെയും പൊതുസമ്പത്ത് കയ്യേറുന്നവർക്കെതിരെയും കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. അതിനാൽ സർക്കാർ ഭൂമിയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട വകുപ്പിന്റെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ ഭൂമിയുടെ നിലവിലെ റവന്യൂ രേഖകൾ എന്താണ്, പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ടോ, അപേക്ഷയുടെ നിലവിലെ സ്ഥിതി എന്താണ്, കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ പരിശോധിക്കുകയാണ്. ഈ പ്രഖ്യാപനം പട്ടയം നൽകുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഓരോ അപേക്ഷയും നിയമപ്രകാരമുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമമായി തീരുമാനിക്കുക എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിക്കാതെ റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പുകളും നിർദ്ദേശങ്ങളും മാത്രം പിന്തുടരുക. ഈ വിഷയത്തിൽ സർക്കാർ പുതിയ ഉത്തരവുകളോ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ പുറത്തുവന്നാൽ അതും വിശദമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.
വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ സർക്കാർ പദ്ധതികളും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.